ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ കാമകലാവിലാസത്തിൻ്റെ 42 ശ്ലോകങ്ങളുടെ അർത്ഥവിവരണം ഇതുവരെ പൂർത്തിയാക്കി. ബിന്ദു മുതൽ ഭൂപുരം വരെ എന്നുള്ള സൃഷ്ടിക്രമത്തിൽ ശ്രീ കാമകലാവിലാസത്തിലെ 37-ാം ശ്ലോകം മുതൽ 42-ാം ശ്ലോകം വരെ 6 ശ്ലോകങ്ങളിലായിട്ട് 9-ാമത്തെ ആവരണമായ ബിന്ദു തൊട്ട് 5-ാമത്തെ ആവരണമായ ബഹിർദശാരം വരെയുള്ള ആവരണ ശക്തികളെക്കുറിച്ചും അത് സംബന്ധിച്ച വേറെ വിവരങ്ങളും മനസ്സിലാക്കി. അതായത് സർവാനന്ദമയ ചക്രത്തിലെ പരാപര രഹസ്യ യോഗിനികൾ മുതൽ സർവാർത്ഥ സാധക ചക്രത്തിലെ കുളോത്തീർണ യോഗിനികൾ വരെയുള്ള ആവരണ ദേവതകളുടെയും അതാത് ആവരണങ്ങളുടെയും ആവരണങ്ങളിലെ സിദ്ധികളുടെയും മുദ്രകളുടെയും സൂക്ഷ്മതത്വ വിവരണം. യോഗിനി ഹൃദയത്തിലും അതിൻ്റെ വ്യാഖ്യാനങ്ങളിലും പ്രധാനമായും ശ്രീമദ് അമൃതാനന്ദനാഥരുടെ ദീപികാ വ്യാഖ്യാനത്തിലും വിശദീകരിച്ചിട്ടുള്ള തത്വാർത്ഥ വിവരണ വാസനാഭാഗം ആസ്പദമാക്കിയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതേ രീതിയിൽ തന്നെ തുടരാം. സാധാരണയായി പലർക്കും സുപരിചിതമായ വേദാന്ത തത്വവിചാരം പോലെയോ മറ്റ് തരത്തിലുള്ള ദാർശനിക സിദ്ധാന്തങ്ങളെ പോലെയോ അല്ല തന്ത്രങ്ങളിൽ സ്ഫുരിക്കുന്ന തത്വവിചാരം. ഈ വസ്തുത ശ്രീചക്രത്തിൻ്റെ പല സൂക്ഷ്മ തത്വങ്ങളും വിശദീകരിക്കുന്ന മൂലശ്ലോകങ്ങളുടെ ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളുടെയും അർത്ഥം വിവരിച്ചതിൽ നിന്നും ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച വാസനാഭാഗങ്ങളിൽ നിന്നുമൊക്കെ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. അടിസ്ഥാനപരമായി ഉപാസനയ്ക്കും ആ ഉപാസന അന്തർമുഖമായി നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള തത്വാർത്ഥ ചിന്താ വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീചക്രത്തിൻ്റെ ആവരണങ്ങളുടെയും ആവരണ ദേവതകളുടെയും പേരുകൾ സൂചിപ്പിക്കുന്ന ഉപാസനാ സംബന്ധിയായ സിദ്ധാന്തം എന്താണ്? ശ്രീചക്ര ഉപാസനയിൽ പ്രദർശിപ്പിക്കുന്ന മുദ്രകളുടെ സൂക്ഷ്മതത്വം എന്താണ്? വശിത്വം, ഈശിത്വം എന്നൊക്കെ പ്രലോഭനപരമായ ലൗകിക നേട്ടങ്ങളെ സൂചിപ്പിക്കുന്ന പേരുകളുള്ള സിദ്ധികളുടെ യഥാർത്ഥ പൊരുൾ എന്താണ് എന്നിങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള ആരാധനകളെയൊക്കെ കടന്ന് അന്തർമുഖമായുള്ള ശ്രീവിദ്യോപാസന ഗൗരവപൂർവം സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർക്കും മാത്രം ഉപകരിക്കുന്നതുമായിരിക്കും ഈ തത്വാർത്ഥ വിശദീകരണങ്ങളെല്ലാം. അപ്പോൾ ഇനി അടുത്ത 43-ാമത്തെ ശ്ലോകത്തിൽ ചതുർത്ഥ ആവരണം, അതായത് 4-ാമത്തെ ആവരണമായ 14 കോണുകളുള്ള സർവസൗഭാഗ്യദായക ചക്രം എന്ന പേരുള്ള ചതുർദശാരത്തിന്റെ വിവരണം പറയാണ്. 43-ാം ശ്ലോകം. ഭുവനാരചക്ര ഭവന ദേവീം അനുകരണ വിവരണ സ്ഫുരണാഃ സന്ധ്യാ സവർണവസനാഃ സഞ്ചിന്ത്യാ സമ്പ്രദായ യോഗിന്യഃ. ഭവന, സ്ഫുരണ, വസന എന്നിങ്ങനെ അന്ത്യപ്രാസമുള്ള ഒരു ശ്ലോകമാണ് ഇത്. അപ്പോൾ അർത്ഥം മനസ്സിലാക്കാം. ഭുവനാരചക്ര ഭവനാഹ, ഭുവനങ്ങൾ 14 7 ഊർധ്വലോകം, 7 അധോലോകം, അങ്ങനെ 14 ലോകങ്ങൾ. അപ്പോൾ ഇവിടെ ഭുവനാര ചക്രം എന്നത് 14 കോണുകളുള്ള ചതുർദശാര ചക്രത്തെയാണ്. ആ ചതുർദശാര ചക്രം ഭവനമായുള്ള, വാസസ്ഥാനമായുള്ള, പിന്നെ അവസാനത്തെ പദം സമ്പ്രദായ യോഗിന്യഃ, സമ്പ്രദായ യോഗിനികൾ എന്ന് പറയപ്പെടുന്നവരായ സർവസംക്ഷോഭിണി മുതലായ 14 ശക്തികൾ സന്ധ്യാ സവർണ വസനാഹ, സന്ധ്യാകാലത്തിൻ്റെ അരുണ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉടുത്തവരും ദേവീം അനുകരണ വിവരണ സ്ഫുരണാഹ, പരദേവതയുടെ അന്ധക്കരണ ചതുഷ്ടയം, അതായത് 4 അന്ധക്കരണങ്ങൾ, പിന്നെ ഇന്ദ്രിയ ദശകം എന്ന് വെച്ചാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ എന്നിങ്ങനെയുള്ള 14 രൂപങ്ങളോട് കൂടിയവരും ആയി സഞ്ചിന്ത്യ, നന്നായി ധ്യാനിക്കപ്പെടേണ്ടവരാണ്. അതായത് ശ്രീ മഹാത്രിപുരസുന്ദരിയുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന 4 അന്ധക്കരണങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും എന്നിങ്ങനെ ആകെ 14 അവയവങ്ങളുടെ ആവിർഭാവമായി സ്ഥിതി ചെയ്യുന്ന, സന്ധ്യാവർണമായ ഇളം ചുമപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന സമ്പ്രദായ യോഗിനികൾ ചതുർദശാരമാകുന്ന സർവസൗഭാഗ്യദായക ചക്രത്തിൽ നന്നായി ധ്യാനിക്കപ്പെടേണ്ടവരാണ്
എന്ന് അർത്ഥം. സർവസൗഭാഗ്യദായകമാകുന്ന ചതുർദശാര ചക്രത്തിലെ സമ്പ്രദായ യോഗിനികളായ ആവരണ ദേവതകളുടെ സ്ഥാനം വീഡിയോയിലെ ചിത്രത്തിൽ കാണാവുന്നതാണ്. ആരൊക്കെയാണ് 14 സമ്പ്രദായ യോഗിനികൾ? സർവസംക്ഷോഭിണി, സർവവിദ്രാവിണി, സർവാകർഷിണി, സർവാഹ്ലാദിനി, സർവസമ്മോഹിനി, സർവസ്തംഭിനി, സർവജൃംഭിണി, സർവവശങ്കരി, സർവരഞ്ജിനി, സർവോന്മാദിനി, സർവാർത്ഥസാധിനി, സർവസമ്പത്തിപൂരണി, സർവമന്ത്രമയി, സർവദ്വന്ദ്വ ക്ഷയങ്കരി. ഇവരാണ് 14 സമ്പ്രദായ യോഗിനികൾ. കാമേശ്വരി സ്തുതിയിൽ സമ്പ്രദായ യോഗിനികളെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: സർവസംക്ഷോഭണീ പൂർവാഹ ശോണബാണധനുർധരാഹ ചതുർദശ ഭജേ ശക്തി ചതുർദശ ജഗന്നുതാഹ. അമ്പും വില്ലും ധരിച്ചിരിക്കുന്നവരും 14 ലോകങ്ങളും വണങ്ങുന്നവരുമായ സർവസംക്ഷോഭിണി മുതലായ 14 ശക്തികളെ ഞാൻ നമിക്കുന്നു എന്ന് അർത്ഥം. സമ്പ്രദായ യോഗിനികൾ എന്ന് അറിയപ്പെടുന്നതിൻ്റെ കാരണം യോഗിനി ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ശക്തേഹേ സാരമയത്വേന പ്രസൃതത്വാൻ മഹേശ്വരി സമ്പ്രദായക്രമായാതാശ്ചക്രേ സൗഭാഗ്യദായകേ. ശക്തിയുടെ പ്രസരത്താൽ ഉണ്ടായ സർവസംക്ഷോഭിണി മുതലായ യോഗിനി ശക്തികളുടെ ജ്ഞാനം സമ്പ്രദായത്തിൽ കൂടി എന്നുവെച്ചാൽ ഗുരുപരമ്പരയിൽ കൂടി പ്രാപിക്കപ്പെടുന്നതുകൊണ്ട് സർവസൗഭാഗ്യദായക ചക്രത്തിലെ ദേവതകൾ സമ്പ്രദായ യോഗിനികൾ എന്ന് അറിയപ്പെടുന്നു. ഏതാണ് ഈ ശക്തി? ശക്തേരിച്ഛാശക്തേഹേ കുണ്ടലിന്യാഹ സാരഹ പ്രസാരഹ എന്നാണ് ശ്രീ അമൃതാനന്ദനാഥർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇച്ഛാശക്തി രൂപമായ കുണ്ടലിനിയുടെ ഉയർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ ആവരണ ദേവതകൾ പറയപ്പെട്ടിരിക്കുന്നത്. താന്ത്രിക യോഗ സാധനാപരമായ ഈ ഭാഗങ്ങൾക്കൊക്കെ വളരെയധികം വിസ്തരിച്ചാണ് ശ്രീ അമൃതാനന്ദനാഥർ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. അത് മുഴുവനും വിവരിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ശ്രീ അമൃതാനന്ദനാഥർ വിവരിക്കുന്ന സമ്പ്രദായ ജ്ഞാനം എന്നത് പഴയ കാലത്തെ ശ്രീവിദ്യയുടെ പൂർവ്വ സമയാചാരക്രമത്തിലെ കുണ്ടലിനി വിദ്യയെ സംബന്ധിച്ചതാണ്. യോഗിനി ഹൃദയത്തിൻ്റെ ഈ ഭാഗങ്ങൾക്കൊക്കെ ശ്രീ ഭാസ്കര റായരും ശ്രീ അമൃതാനന്ദനാഥരെ അനുകരിച്ച് തന്നെയാണ് സേതുബന്ധത്തിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, യഹ ശക്താനാം കൗലികാനാം അനുഭവ തത്പൂർവകം യഥാഭവതി തഥാ. പൂർവകൗലികരായ താന്ത്രിക യോഗികളുടെ അനുഭവമാണ് ഇതെല്ലാം എന്ന വസ്തുതയും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുമുണ്ട്. കുലശക്തിയായ കുണ്ടലിനിയെ യോഗസാധനയിലൂടെ ഉപാസിച്ചിരുന്നത് കൊണ്ടാണ് ഈ പഴയ സമയാചാര സാധകർ കൗലികർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ശ്രീ ഭാസ്കര റായരുടെ കാലത്തിൽ ഈ പൂർവകൗലികരുടെ സമയാചാരം നിലവിലുണ്ടായിരുന്നോ എന്നത് ഉറപ്പില്ല. സമ്പ്രദായോ മഹാബോധരൂപോ ഗുരുമുഖേ സ്ഥിത. ഗുരുമുഖത്തിൽ നിന്നും ദീക്ഷാക്രമത്തിൽ കൂടി ലഭിക്കുന്ന മഹാബോധരൂപത്തിലാണ് സമ്പ്രദായം നിലകൊള്ളുന്നത് എന്ന് യോഗിനി ഹൃദയത്തിൽ തന്നെ 2ാമത്തെ സങ്കേതമായ മന്ത്രസങ്കേതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. മഹതോ ദേശകാലാകാരൈഹി അനവച്ഛിന്നസ്യ പ്രകാശസ്യ ബോധഃ പരിജ്ഞാനം രൂപം. ദേശകാലങ്ങളാൽ നശിപ്പിക്കാനാവാത്ത മഹത്തായ ജ്ഞാനമാണ് ഈ സമ്പ്രദായത്തിൽ കൂടി പരിരക്ഷിക്കപ്പെടുന്നത്. ആ മഹത്തായ ബോധത്തിൻ്റെ ചുരുളഴിയുന്ന സമ്പ്രദായ ജ്ഞാനം പ്രതിനിധീകരിക്കുന്നവരും പ്രതിനിധാനം ചെയ്യുന്നവരുമാണ് ഈ സമ്പ്രദായ യോഗിനികൾ എന്ന് സാരം. അഥവാ ഗുരുമുഖത്തിൽ നിന്നും കേവലം സൂചനാരൂപത്തിൽ മാത്രം അധികം വിശദീകരണങ്ങളൊന്നുമില്ലാതെ ലഭിച്ചതാണെങ്കിലും കൂടി ശ്രീചക്രത്തിലെ 4ാമത്തെ ആവരണത്തിൻ്റെ ആരാധനയിലെത്തുന്ന സാധകർക്ക് ആ ഉപദേശത്തിൻ്റെ സമ്യക് ജ്ഞാനം, ശരിയായ തത്വ അവബോധം ഈ ആവരണ ദേവതകൾ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു എന്ന് സൂക്ഷ്മാർത്ഥം. സർവസൗഭാഗ്യദായക ചക്രം എന്നാണ് ഈ ആവരണത്തിൻ്റെ പേര്. നിരന്തര പ്രധാരൂപ സൗഭാഗ്യ ബലയോഗത അന്വർത്ഥ സംജ്ഞകേ ദേവി അണിമാസദൃശാഹ ശുഭാഹ. അതായത് നിരന്തരമായ ശിവാദ്വൈത ഭാവനയാണ് സൗഭാഗ്യം. ആ സൗഭാഗ്യ ബലത്താൽ സമ്പന്നമായതുകൊണ്ട് സർവസൗഭാഗ്യദായക ചക്രം എന്ന് അറിയപ്പെടുന്നു. അണിമാതി സിദ്ധികളുടെ കടും ചുമപ്പ് നിറമുള്ളവരും മംഗളദായിനികളുമായ സർവസംക്ഷോഭിണി മുതലായ 14 ശക്തികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അണിമാ സദൃശാഹ ശുഭാഹ. അണിമാതി സിദ്ധികളായിട്ട് ഈ യോഗിനികൾക്ക് ഒരു സംബന്ധവുമില്ല.
അണിമാതി സിദ്ധികൾക്കും കടും ചുമപ്പ് നിറമാണ് എന്നതുകൊണ്ട് വർണ്ണസാമ്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അണിമാതി സിദ്ധികളുടെ സ്വരൂപ വർണ്ണനം പിന്നീട് ത്രൈലോക്യമോഹന ചക്രം വിവരിക്കുന്ന സന്ദർഭത്തിൽ വരുന്നുണ്ട്. സകലരാലും ആഗ്രഹിക്കപ്പെടുന്ന പരമാനന്ദമയ സൗഭാഗ്യസ്ഥാനമായ പരശിവ ഐക്യപദം പ്രദാനം ചെയ്യുന്നതുകൊണ്ട് സർവസൗഭാഗ്യദായക ചക്രം. ഈ പരശിവ ഐക്യപദം എന്ന് പറയുന്നത് നിരന്തര ശിവാദ്വൈത ഭാവനയാണ്. അതുതന്നെയാണ് സൗഭാഗ്യം എന്ന് നേരത്തെ പറഞ്ഞു. എന്താണത്? ഈ സൗഭാഗ്യം, ഈ ശിവാദ്വൈത ഭാവന മഹാത്മാവായ ശ്രീ അമൃതാനന്ദനാഥർ ഇനിയും കൂടുതലായി വിവരിക്കുന്നത് ഇങ്ങനെയാണ്: പരമശുഭക പരമ പ്രേമാസ്പദ പരശിവ അഭേദ ഗോചരത്വാത് തദേവ ബലം ശക്തി തദ്യോഗതഃ അനിത്യ അശുചിരൂപ പരമ ദുർഭഗ സർവജുഗുപ്സാ ഭേദലക്ഷണ സംസാര പരിപന്ഥി. എന്താണ് ഇതിൻ്റെ അർത്ഥം? തദേവ ബലം ശക്തി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ബലം, ആ ശക്തി? പരമ ഐശ്വര്യപ്രദമായ പരമമായ പ്രേമത്തിന് ആസ്പദമായ പരശിവത്തിൽ അഭേദമായി നിലയുറപ്പിക്കുന്നത് കൊണ്ടുണ്ടാവുന്നതാണ് ഈ ബലം, ഈ ശക്തി. അനിത്യവും മലിനവും വളരെ വിലക്ഷണവും എല്ലാവിധത്തിലും ജുഗുപ്സാവഹവും എന്ന് വെച്ചാൽ അറപ്പുളവാക്കുന്നതുമായ ഭേദദൃഷ്ടി പ്രദാനം ചെയ്യുന്ന ഈ സംസാരത്തിന് നേരെതിരായിട്ടുള്ളതുമാണ് ഈ ബലം അഥവാ ഈ ശക്തി. പരമപ്രേമാസ്പദ സർവസ്പൃഹണീയ പരമസുഭഗ പരമശിവ അഹന്താലക്ഷണ സൗഭാഗ്യപ്രതിപാദക ശക്തി സംയോഗാത്. അതായത് പരമമായ ശുദ്ധ ഭക്തിഭാവത്തിന് ആശ്രയമായിട്ടുള്ളതും യോഗിവര്യന്മാർ കൊതിക്കുന്ന സർവശ്രേഷ്ഠ മംഗളസ്വരൂപമായ ഉത്തുംഗ ശിവതത്വത്തിൽ അഭേദ ദൃഷ്ടിയോടെ താദാത്മ്യം പ്രാപിക്കുന്നതുമാണ് പരമസൗഭാഗ്യം. അത് ഈ ആവരണ ഉപാസനയിൽ സിദ്ധിക്കുന്നു എന്ന് സാരം. ഇതൊന്നും നിങ്ങൾ അറിയാതെ വിട്ടുപോകരുത് എന്ന് വിചാരിച്ചാണ് ഇത്രയും നീട്ടി വിസ്തരിച്ച് പറയണത്. എന്നാലും കൂടി ദീപികാ സേതുബന്ധം വ്യാഖ്യാനങ്ങളിൽ കൊടുത്തിട്ടുള്ള തത്വാർത്ഥ വിശദീകരണങ്ങളുടെ വളരെ ചെറിയൊരംശം മാത്രമേ ആവുന്നുള്ളൂ. ഈശിത്വ സിദ്ധിയാണ് ഈ ആവരണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന സിദ്ധി. അത് വിവരിക്കുകയാണ് യോഗിനി ഹൃദയത്തിൽ. ദേഹാക്ഷാദി വിശുദ്ധിത ഈശിത്വ സിദ്ധിരപിച്ച് പ്രോക്തരൂപേ പുരത്രയേ യോഗാദി ക്ലേശഭേദേന സിദ്ധ ത്രിപുരവാസിനി. ഇതിന്റെ വിശദീകരണം ദീപികാ വ്യാഖ്യാനത്തിൽ പറയാണ്: ദേഹ ഷട്രിംശത് തത്വസമുദായ ലക്ഷണഃ തച്ഛബ്ദേന തദഹന്താഭിമാനി പ്രമാദാ ലക്ഷ്യത്തെ അക്ഷാണി ഇന്ദ്രിയാണി പ്രമാണാനി ആദിശബ്ദാത് വിഷയാഃ പ്രമേയരൂപാ ഗൃഹ്യന്തെ തേഷാം വിശുദ്ധിഃ ചിദേക വിശ്രാന്തിഃ തത്പ്രദാ തസ്യാം വിശുദ്ധൗ യഷ്ടു ഈശ്വരത്വം സ്വാതന്ത്ര്യം സിദ്ധ്യതി. അതായത് ഇത് നന്നായി ശ്രദ്ധിക്കണം. ദേഹ എന്ന പദം ഇവിടെ സൂചിപ്പിക്കുന്നത് 36 തത്വങ്ങളുടെയും അംശങ്ങളുടെ സമുദായമായിട്ടുള്ള ദേഹത്തിൽ അഭിമാനിക്കുന്ന അഹംബോധമുള്ള വേറിട്ട വീക്ഷണ കോണുകളുള്ള പ്രമാതാവിനെയാണ്, അതായത് സബ്ജക്റ്റ്. അക്ഷാണി ഇന്ദ്രിയാണി. അക്ഷാണി എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയുന്ന അറിവ്, അതാണ് പ്രമാണം, അതായത് നോളജ്. ആദി എന്ന് വെച്ചാൽ മുതലായ എന്നർത്ഥം. ആദി എന്നതുകൊണ്ട് പ്രമേയ രൂപത്തിലുള്ള വിഷയങ്ങളെയാണ്, ഓബ്ജക്ട്സിനെയാണ് ഗ്രഹിക്കേണ്ടത്. അപ്പോൾ പ്രമാത, പ്രമാണം, പ്രമേയം എന്ന് വെച്ചാൽ ത്രിപുടി തന്നെ. ഈ മൂന്നിൻ്റെയും വിശുദ്ധി എന്ന് പറയുന്നത് ചിദേക വിശ്രാന്തി, ചിത്തിൽ മാത്രമായുള്ള വിശ്രാന്തിയാണ്. അതായത് ഏകമാത്രമായി ചിത് സ്വരൂപത്തിൽ ലയിച്ചിരിക്കൽ. ഈ വിശുദ്ധിയിൽ എന്ന് വെച്ചാൽ ഈ നിർമ്മലതയിൽ ലഭിക്കുന്നതാണ് പരമസ്വാതന്ത്ര്യ രൂപത്തിലുള്ള ഈശ്വരത. അതാണ് ഈശിത്വ സിദ്ധി. മാതൃമാനമേയേഷു തത്തത് രൂപേണ ചിന്മരീചീനാം പ്രസരഃ തത് സമവായോ യോഗഃ സയേവ ആദി ക്ലേശഃ. അതായത് അറിയുന്നവൻ, അറിവ്, അറിയപ്പെടുന്നത് എന്നിങ്ങനെയുള്ള അതാത് രൂപങ്ങളിൽ ത്രിപുടിയുമായുള്ള യോഗം ആണ് ഏറ്റവും വലിയ ക്ലേശമായി പറഞ്ഞിരിക്കുന്നത്. ചിന്മരീചീനാം പ്രസാരഃ. മരീചി എന്ന് വെച്ചാൽ കിരണം, രശ്മി. ഇന്ദ്രിയങ്ങൾ ഓരോ വിഷയങ്ങളും ഗ്രഹിക്കുന്നതിനെയാണ് ചിന്മരീചികൾ, അറിവിൻ്റെ കിരണങ്ങൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അറിയപ്പെടുന്ന ഓരോ വസ്തുവിനെക്കുറിച്ചും ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഓരോ രശ്മി പോലെ അറിവിൻ്റെ ശേഖരത്തിൽ വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. റേസ് ഓഫ് നോളജ് എന്ന് പറയില്ലേ, അതാണ് അറിവിൻ്റെ കിരണങ്ങൾ. ഇവിടെ അറിവ് എന്ന് വെച്ചാൽ കാര്യങ്ങളെ ഗ്രഹിക്കൽ അല്ലെങ്കിൽ മനസ്സിലാക്കൽ എന്ന് മാത്രമാണ് അർത്ഥം, അല്ലാതെ ജ്ഞാനം എന്ന അർത്ഥമല്ല. ഇങ്ങനെ കിരണങ്ങളായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവാണ്, ത്രിപുടി പ്രക്രിയയിൽ കൂടി നേടുന്ന അറിവാണ് കഷ്ടതയുണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിവ് എങ്ങനെയാണ് കഷ്ടതയുണ്ടാക്കുക എന്ന് വെച്ചാൽ, അറിവല്ല, അറിവിൻ്റെ പിന്നാലെ കടന്നുകൂടുന്ന രാഗം, ആഗ്രഹം ആണ് ക്ലേശത്തിന് കാരണമാവുന്നത്. അസംഗ അദ്വയ അപരിച്ഛിന്ന സംവിധാത്മനോ മാനസേന്ദ്രിയ വിഷയാത്മന ബഹിരൂപ രാഗ ഏവ ഹി ക്ലേശഃ ക്ലിഷ്ടത്വം തദ്ഭേദേന. നിസ്സംഗനും അദ്വയനും അപരിച്ഛിന്നനും ചിത് സ്വരൂപനുമായ ജീവാത്മാവില് പുറത്തു നിന്നുള്ള വിഷയങ്ങളെ മനസ്സും ഇന്ദ്രിയങ്ങളും ഗ്രഹിക്കുന്നതായ രാഗമാണ്, ആസക്തിയാണ് യഥാർത്ഥത്തിൽ ദുഃഖമുണ്ടാക്കുന്നത്. അതാണ് സംസാരത്തിൻ്റെ ക്ലേശം. ആ ക്ലേശം ഭേദിച്ച് എന്ന് വെച്ചാൽ പരാങ്മുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ പ്രത്യങ്മുഖങ്ങളാക്കി, അതായത് പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ അകത്തേക്ക് വലിച്ച് പരമപ്രമാതാവായ ചിത് സ്വരൂപനായ ആത്മാവിൽ വിശ്രമം നൽകുന്നത് കൊണ്ട്, സദാ അന്തരംഗത്തിൽ തന്നെ സാധകരെ വസിപ്പിക്കുന്നത് കൊണ്ട്, സ്ഥിരമായി വാസം ചെയ്യിക്കുന്നത് കൊണ്ട് ത്രിപുരവാസിനി എന്ന് ഈ ആവരണത്തിൻ്റെ ചക്രേശ്വരി അറിയപ്പെടുന്നു. പൂർവോക്ത പുരത്രയ വിശ്രാന്തി രൂപിണി ചതുർത്ഥ ചക്രേശ്വരി. അതായത് പുരത്രയം എന്ന് പറയുന്ന ത്രിപുടിയെ സമരസം ചെയ്ത് എന്ന് വെച്ചാൽ അറിയുന്ന പ്രക്രിയയിൽ നിസ്സംഗത പാലിച്ച് പരമമായ ആത്മസ്വരൂപത്തിൽ നിവസിപ്പിക്കുന്നത് കൊണ്ട് ത്രിപുരവാസിനി. ഇനി ഈ ആവരണത്തിലെ മുദ്രാശക്തിയെക്കുറിച്ച് നോക്കാം. സർവസൗഭാഗ്യദായക ചക്രത്തിൽ പ്രദർശിപ്പിക്കുന്ന മുദ്രയാണ് സർവവശങ്കരി മുദ്ര. വ്യോമദ്വയാന്തരാളസ്ഥ ബിന്ദുരൂപ മഹേശ്വരി ശിവശക്തിയാത്മ സംശ്ലേഷാത് ദിവ്യാവേശകരി സ്മൃത ചതുർദശാര ചക്രസ്ഥ സംവിധാനന്ദ വിഗ്രഹ. സർവവശങ്കരി എന്നറിയപ്പെടുന്ന ഈ മുദ്രയ്ക്ക് സർവ ആവേശകരി മുദ്ര എന്നാണ് യോഗിനി ഹൃദയത്തിൽ പേര് കൊടുത്തിട്ടുള്ളത്. ആധാരാദ്യാജ്ഞാന്ത ഷഡ്ചക്രാന്തരാളാനി പഞ്ചവ്യോമാനി തേഷാം ദ്വയോർ മധ്യേ ഏകൈകോ ബിന്ദുരിതി പഞ്ചബിന്ദവഃ പഞ്ചഭൂതമയാഃ. ബ്രഹ്മാണ്ടത്തിന് സമാനമായ പ്രതിരൂപമായിട്ടാണ് പിണ്ഡാണ്ഡം എന്ന് മനുഷ്യ ശരീരം പറയപ്പെടുന്നത്. പിണ്ഡാണ്ഡമായ ഈ മനുഷ്യ ശരീരത്തിൽ മൂലാധാരം മുതൽ ആജ്ഞ വരെ 6 ആധാരചക്രങ്ങൾ ഉള്ളതിൽ ഈ 2 ആധാരചക്രങ്ങളുടെ മധ്യത്തിലായി സൂക്ഷ്മമായ ആകാശമുണ്ട്. ആ സൂക്ഷ്മാകാശത്തിൽ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 5 സൂക്ഷ്മ ബിന്ദുക്കളും സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ബിന്ദുരൂപേണ വിദ്യമാന പരസ്പര ഗാഠാശ്ലിഷ്ട ശിവശക്തിഭയാത്മിക മുദ്രാതയേവ ആനന്ദവിഗ്രഹ സംവിദ് ദിവ്യ ആവേശകരി ഇത്യുച്യതേ. ശിവശക്തി സാമരസ്യത്തിലുള്ള ആനന്ദത്തിൻ്റെ ഒരു അതിസൂക്ഷ്മ കണികയാണ് ജീവികളുടെ സൂക്ഷ്മ ശരീരത്തിൽ ആധാരചക്രങ്ങളുടെ ഇടയ്ക്കുള്ള ഈ പഞ്ചബിന്ദുക്കളിലും നിഴലിച്ചിരിക്കുന്നത്. ആ ആനന്ദമാണ് ജീവന്മാരിൽ ലൗകികമായ ആനന്ദരൂപത്തിലുള്ള ആവേശം ഉദ്ഭവിപ്പിക്കുന്നത്. സ്ഥിതി കർത്തവ്യത്തിന് അനിവാര്യമായ ജീവരാശികളെ ഉൽപാദനത്തിന് പ്രേരിപ്പിക്കുന്ന ആവേശകരമായ അഥവാ വശങ്കരമായ ആനന്ദമാണ് ഇത് എന്ന് സാരം. ദിവ്യ ആവേശകരി ഇത്യുച്യതേ. അതിസൂക്ഷ്മമായ ചില വിവരങ്ങളാണ് ആചാര്യൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും ഇത് വിശദീകരിക്കാനില്ല. ഇനി ഈ സർവവശങ്കരി മുദ്ര പ്രദർശിപ്പിക്കേണ്ട രീതി പറഞ്ഞിട്ടുള്ളത് നോക്കാം. ശിവാത്മനോ ദക്ഷകരാങ്കുലയ ശക്തിയാത്മനോ വാമകരാങ്കുലയ ശിവശക്തിയാത്മന പരിവൃത്യ ഇതരേതര അങ്കുല്യന്തരാള പ്രവേശിതാനാം സർവേഷാം അന്യോന്യ ഗാഠ പരിപീഡനാത് ഏവം ഭൂത ദിവ്യാവേശകരി മുദ്ര. അതായത് വലത്തെ കയ്യ് ശിവാംശവും ഇടത്തെ കയ്യ് ശക്തിയംശവുമാണ്. 2 കൈകളിലെയും ശിവാത്മകങ്ങളും ശക്തിയാത്മകങ്ങളുമായ വിരലുകളെ ഒന്നിനോടൊന്ന് പരസ്പരം, അതായത് ഒരു കൈയിലെ വിരലുകൾ മറ്റേ കൈയുടെ വിരലുകളുടെ ഇടയ്ക്കായി പ്രവേശിപ്പിച്ച്
ഗാഠമായി കോർത്ത് പിണച്ച് പിടിക്കുന്നതാണ് സർവവശങ്കരി മുദ്ര പ്രദർശിപ്പിക്കുന്ന രീതി. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചിത്രത്തിൽ നിന്നും അത് മനസ്സിലാക്കാവുന്നതാണ്. ഉഭയകരാങ്കുല്യന്തരാളഗത ഐകൈകാങ്കുലി രൂപ പഞ്ചബിന്ദുമയ ശിവശക്തിദ്വയ സാമരസ്യ നിരൂപണ ലക്ഷണ ബന്ധനാത്മിക യം മുദ്ര. രണ്ട് കൈയിലെയും ഓരോ വിരലും മറ്റൊന്നായി പരസ്പരം പിണയുമ്പോൾ പഞ്ചമഹാഭൂതങ്ങളുടെയും പ്രതിനിധികളായുള്ള പഞ്ചബിന്ദു സ്വരൂപങ്ങളുടെ ആവിർഭാവം ഉണ്ടാക്കുന്ന ശിവശക്തി സാമരസ്യത്തിൻ്റെ നിരൂപണ ലക്ഷണമായി ഈ മുദ്ര സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. നമ്മളിപ്പോൾ അവസാനമായി മനസ്സിലാക്കിയ 3 മുദ്രകളിലും ശിവശക്തികളുടെ സാമരസ്യത്തിൽ നിന്നുണ്ടാവുന്ന 3 വ്യത്യസ്തമായിട്ടുള്ള ആനന്ദ അനുഭൂതിയെക്കുറിച്ച് പരാമർശിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ്? സർവരക്ഷാകര ചക്രമാകുന്ന 6ാമത്തെ ആവരണത്തിൽ സർവമഹാങ്കുശമുദ്ര സൂചിപ്പിക്കുന്നത് ജഗത് സൃഷ്ടിക്കും പരിപാലനത്തിനും വേണ്ട പരാനന്ദത്തെയാണ്. സർവാർത്ഥ സാധക ചക്രം എന്ന പേരുള്ള 5ാമത്തെ ആവരണത്തിൽ സർവോന്മാദിനി മുദ്ര പരാമർശിക്കുന്നത് വിശിഷ്ടരായ യോഗിവര്യന്മാർക്ക് കുണ്ടലിനി സാധനയിൽ കൂടി അനുഭവവേദ്യമാകുന്ന യോഗാനന്ദത്തെയാണ്. സർവസൗഭാഗ്യദായക ചക്രം എന്നറിയപ്പെടുന്ന നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കിയ 4ാമത്തെ ആവരണത്തിൽ സർവവശങ്കരി മുദ്ര ദ്യോതിപ്പിക്കുന്നത് ജീവന്മാരിൽ ആവേശമുളവാക്കുന്ന ലൗകികാനന്ദത്തെയാണ്. പരാനന്ദം, യോഗാനന്ദം, ലൗകികാനന്ദം, ഇങ്ങനെ ശിവശക്തി സാമരസ്യ അനുഭൂതി ഉളവാക്കുന്ന 3 തരം ആനന്ദാവസ്ഥകളെയാണ് ഈ 3 ആവരണങ്ങളും ദ്യോതിപ്പിക്കുന്നത് എന്ന സൂക്ഷ്മതത്വം ശ്രദ്ധിക്കാതെ പോകരുത്. ഇനി അടുത്ത 44ാമത്തെ ശ്ലോകത്തിൽ തൃതീയ ആവരണമായ അഷ്ടദള ചക്രത്തിലെ ആവരണ ദേവതകളെ വിവരിക്കുന്നത് നോക്കാം. 44ാമത്തെ ശ്ലോകം. അവ്യക്തമഹദഹംകൃതി തന്മാത്രാഃ സ്വീകൃതാംഗനാകാരാഃ ദ്വിരദച്ഛദന സരോജേ ജയന്തി ഗുപ്തതരയോഗിന്യഃ. പദം പിരിച്ചുള്ള അർത്ഥം നോക്കാം. അവ്യക്ത മഹദഹംകൃതി തന്മാത്രാഃ. അവ്യക്തം മഹത്തത്വം, അഹങ്കാരം, പിന്നെ ശബ്ദസ്പർശാദി തന്മാത്രാ പഞ്ചകം ആകുന്ന 8ഉം സ്വീകൃത അങ്കനാകാരാഃ. അങ്കനാരൂപധാരികളായി സ്ത്രീകളുടെ രൂപം സ്വീകരിച്ചവരായി ദ്വിരദച്ഛദന സരോജേ. ദ്വിരദം എന്ന് വെച്ചാൽ ആന. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ദിഗ്ഗജങ്ങളെയാണ്. ഐരാവതം, പുണ്ടരീകൻ, വാമനൻ, കുമുദൻ എന്നൊക്കെ പേരുള്ള അഷ്ടദിഗ്ഗജങ്ങളെയാണ്. 8 ദിക്കിലും നിൽക്കുന്ന ആനകളെയാണ്. അതുകൊണ്ട് ദ്വിരദം എന്ന് പറഞ്ഞിട്ടുള്ളത് 8 എന്നുള്ള സംഖ്യയെ കുറിക്കാനാണ്. ഛദനം എന്ന് വെച്ചാൽ ആവരണം. ദ്വിരദച്ഛദന സരോജം, ഇതിനെ ദ്വിരദ സരോജ ഛദനം എന്ന് പിരിക്കണം. അഷ്ടദള കമലമായ ആവരണം എന്ന അർത്ഥത്തിൽ. അപ്പോൾ ദ്വിരദ സരോജ ഛദനെ അഷ്ടദള കമലത്തിൽ ഗുപ്തതര യോഗിന്യ, ഗുപ്തതര യോഗിനി സംജ്ഞാഹ എന്നും പാഠം കാണുന്നുണ്ട്. ഗുപ്തതര യോഗിനികൾ എന്ന പേരുള്ള അനംഗകുസുമ മുതലായ അഷ്ടശക്തികളായി ജയന്തി വിജയിച്ചരുളുന്നു, സർവോത്കർഷേണ വിളങ്ങുന്നു. അതായത് ദേവി ശ്രീ മഹാത്രിപുരസുന്ദരിയുടെ സൂക്ഷ്മ അവയവങ്ങളായ അവ്യക്തം, മഹത്, അഹങ്കാരം, പിന്നെ ശബ്ദസ്പർശ രൂപരസഗന്ധാദി പഞ്ചതന്മാത്രകൾ, ഇങ്ങനെ 8 തത്വങ്ങളുടെ അംശഭൂതകളായി ഗുപ്തയോഗിനികൾ എന്ന പേരിൽ 8 ശക്തികൾ അഷ്ടദള കമലമാകുന്ന 3ാമത്തെ ആവരണത്തിൽ സർവസംക്ഷോഭണ ചക്രത്തിൽ നിലകൊണ്ട് വിജയിച്ചരുളുന്നു എന്ന് അർത്ഥം. ആരൊക്കെയാണ് ഈ 8 ശക്തികൾ? അനംഗകുസുമ, അനംഗമേഖല, അനംഗമദന, അനംഗമദനാതുര, അനംഗരേഖ, അനംഗവേഗിനി, അനംഗാങ്കുശ, അനംഗമാലിനി എന്നീ 8 ശക്തികൾ. സർവസംക്ഷോഭണ ചക്രത്തിലെ ഈ ഗുപ്തതര യോഗിനികളുടെ സ്ഥാനം ഒരു പ്രത്യേക ക്രമത്തിലാണ്. അനംഗകുസുമാം പൂർവേ ദക്ഷിണേ അനംഗമേഖലാം, പശ്ചിമേ അനംഗമദനാം, ഉത്തരേ മദനാതുരാം, അനംഗരേഖാം ആഗ്നേയേ നൈഋതേ അനംഗവേഗിനീം, അനംഗാങ്കുശാം വായവ്യ ഈശാനേ അനംഗമാലിനീം. ഇതിൻ്റെ അർത്ഥം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള ക്രമത്തിൽ സർവസംക്ഷോഭണ ചക്രത്തിലെ അനംഗകുസുമ മുതലായ ഗുപ്തതര യോഗിനികളുടെ സ്ഥാനം വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ നോക്കാവുന്നതാണ്. അനംഗം എന്ന് വെച്ചാൽ നിരവയവം,
അതായത് സൂക്ഷ്മം എന്നർത്ഥം. അല്ലാതെ അനങ്കനായ കാമദേവൻ മന്മഥൻ എന്നൊന്നുമല്ല ഇവിടെ അനങ്ക ശബ്ദത്തിന് അർത്ഥം കാണേണ്ടത്. ഈ ആവരണ ദേവതകളുടെ സ്വരൂപ വിവരണം യോഗിനി ഹൃദയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: താസ്തു ഗുപ്തതരാഹ സർവാഹ സർവസംക്ഷോഭണാത്മകേ അനങ്കകുസുമാധ്യാത്തു രക്തകഞ്ചുകശോഭിതാഹ വേണീകൃത ലസത്കേശാഹ ചാപബാണധരാശുഭാഹ. ചുമന്ന കഞ്ചുകം, അതായത് ചുമന്ന നിറത്തിലുള്ള പടച്ചട്ട അണിഞ്ഞവരും നീണ്ട കേശം പിന്നിയിട്ടിരിക്കുന്നവരും പിന്നെ അമ്പും വില്ലും ധരിച്ചിരിക്കുന്നവരും സർവസംക്ഷോഭണ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവരും ഏറ്റവും ഗുപ്തകളായിരിക്കുന്നവരും ആണ് അനങ്കകുസുമ മുതലായ ശുഭശക്തികൾ. ചുവന്ന ചട്ടയും നീളത്തിൽ പിന്നിയിട്ടിരിക്കുന്ന മുടിയും ഒരു വിചിത്രമായ വിശേഷ രൂപ വർണ്ണനയാണ് അല്ലേ. ഇനി ഈ ആവരണത്തിന്റെ വാസനാഭാഗം പറയാണ്: തത്തദാകാര ബുദ്ധ്യാത്മ ഭോഗ്യ ഭോക്തൃമഹീഷിതു പിണ്ഡാദിപദവിശ്രാന്തി സൗന്ദര്യ ഗുണസംയുത ചക്രേശ്വരി ബുദ്ധിശുദ്ധിരൂപാ ച പരമേശ്വരി മഹിമാസിദ്ധിരൂപാ ച പൂജ്യ സർവോപചാരകൈ. യോഗിനി ഹൃദയത്തിലെ ഈ ശ്ലോകങ്ങളിലൊക്കെ തത്വം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സൂക്ഷ്മമായിട്ടും സംക്ഷിപ്തമായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. വ്യാഖ്യാനത്തിൽ കൂടിയല്ലാതെ ഈ വാസനാഭാഗം മനസ്സിലാക്കാൻ അസാധ്യമാണ്. എന്നാൽ ഈ മൂലശ്ലോകങ്ങളുടെയൊക്കെ ഗുപ്തമായിട്ടുള്ള അർത്ഥവിവക്ഷ, ഈ ശ്ലോകങ്ങളിൽ ദ്യോതിപ്പിച്ചിട്ടുള്ള ശരിയായ പൊരുൾ, അതിൻ്റെ സാരം മനസ്സിലാക്കി സ്പഷ്ടമായി അത് വ്യാഖ്യാനിച്ചിരിക്കുന്ന മഹാത്മാക്കളായ ആചാര്യന്മാരെ എത്ര നമിച്ചാലും മതിയാവില്ല. ശ്രീ അമൃതാനന്ദനാഥർ, ശ്രീ ഭാസ്കര റായർ മുതലായ മഹനീയ ആചാര്യന്മാരുടെ യോഗിനി ഹൃദയ വ്യാഖ്യാനങ്ങളിൽ കൂടി മാത്രമാണ് ശ്രീചക്ര ആവരണങ്ങളുടെ ഈ തത്വരഹസ്യം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ശ്ലോകങ്ങളുടെ ദീപികാ വ്യാഖ്യാന ഭാഗം നോക്കാം. ഭോഗ്യാഹ ശബ്ദസ്പർശരൂപരസഗന്ധാഹ തേഷാം ഭോക്ത പ്രമാത സയേവ മഹീഷിത ഭൂപതി ക്ഷേത്രജ്ഞ ഇതി യാവത് തസ്യ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ വിധത്തിൽ ഗ്രഹിക്കപ്പെടുന്നവയാണ് ഭോഗ്യ വിഷയങ്ങൾ, അതായത് ലോകത്തിൽ അനുഭവിക്കപ്പെടുന്ന വിഷയങ്ങൾ. ഇത് അനുഭവിക്കുന്ന ഭോക്താവാണ് പ്രമാത, സബ്ജക്റ്റ്. ആ പ്രമാതാവാണ് ഈ വിഷയങ്ങളുടെയൊക്കെ അധിപതി, മഹീഷിത ഭൂപതി. അതുകൊണ്ട് പ്രമാതാവ് ക്ഷേത്രജ്ഞൻ എന്ന് അറിയപ്പെടുന്നു. പിണ്ഡപദരൂപരൂപാതീതാനാം സ്ഥാനാനാം വിശ്രാന്തി രൂപാതീതേ തുരീയപദേ മുക്തി. ഈ പ്രമാതാവിന്, ഈ സബ്ജക്റ്റ് എന്ന് പറയുന്ന അറിയുന്നവന് പിണ്ഡം, പദം, രൂപം, രൂപാതീതം എന്നീ സ്ഥാനങ്ങളിലാണ് ശാന്തിയുടെ അനുഭൂതി ഉണ്ടാവുന്നത്. രൂപാതീതേ തുരീയപദേ മുക്തി. ഇവയിൽ രൂപാതീത സ്ഥാനത്താണ് മുക്തിയുടെ അനുഭൂതി ഉണ്ടാവുന്നത്. അനിത്യ അശുചി സംസാര ലക്ഷണ പരമ ദൗർഭാഗ്യ വിതാരണ നിത്യശുദ്ധ പരമ പ്രേമാസ്പദ സർവസ്പൃഹണീയ പരമശിവസ്വരൂപ പ്രകാശനം ഏവ സൗന്ദര്യം തദേവ ഗുണഃ തേന സംയുത തദേകരസതയാ ചക്രേശ്വരി സർവസംക്ഷോഭണാഖ്യ തൃതീയ ചക്രേശ്വരി. അതായത് ആ പ്രമാതാവിന്, ആ സാധകന് അല്ലെങ്കിൽ സാധികയ്ക്ക് അനിത്യവും പവിത്രമല്ലാത്തതുമായ സംസാരത്തിൻ്റെ ലക്ഷണമായ ദുർഭാഗ്യം ദൂരീകരിച്ച് നിത്യവും ശുദ്ധവും പരമപ്രേമാസ്പദവും സർവത്ര അഭിലഷണീയവുമായ പരശിവ സമാന സ്വരൂപം പ്രകാശിപ്പിക്കുന്നു ഈ ചക്രേശ്വരി. അതുതന്നെയാണ് ആ ദേവിയുടെ സൗന്ദര്യ ഗുണം. അതുകൊണ്ട് ത്രിപുരസുന്ദരി എന്ന് ചക്രേശ്വരി അറിയപ്പെടുന്നു. ഈ ചക്രേശ്വരിയുടെ പേരിലുള്ള സുന്ദരി എന്നത് സൂചിപ്പിക്കുന്നത് ഈ സൗന്ദര്യ ഗുണത്തെയാണ്. പ്രമാധുഃ ക്ഷേത്രജ്ഞസ്യ പിണ്ഡപദരൂപ രൂപാതീത വിശ്രാന്തിരൂപ ലക്ഷണ തത് ത്രിതയപുരാതനീ തദൈകരസ്യ സൗന്ദര്യശാലിനി ത്രിപുരസുന്ദരി തൃതീയ ചക്രേശ്വരി ഇത്യർത്ഥഃ. ഈ സൗന്ദര്യ ഗുണമാണ് ക്ഷേത്രജ്ഞനായ പ്രമാതാവിനെ, അതായത് സാധകനെ അഥവാ സാധികയെ, പിണ്ഡം, പദം, രൂപം, രൂപാതീതം എന്നീ സ്ഥാനങ്ങളിൽ വിശ്രാന്തി പ്രദാനം ചെയ്യുന്നത്. പ്രമാതൃപ്രമാണ പ്രമേയമാകുന്ന ത്രിപുടിയേക്കാൾ പുരാതനവും ആ മൂന്നിൻ്റെയും ഏകരസതാരൂപവുമായ സൗന്ദര്യത്താൽ സമ്പന്നയായ ത്രിപുരസുന്ദരി ബുദ്ധിയെ ശുദ്ധീകരിക്കുന്നു.
ബുദ്ധിശുദ്ധിർനാമ വിഷയസംസാര വിഹായ നിർവികൽപ്പ ചിദാത്മലയ തദ്രൂപ ചിദാത്മനോ മഹിമാ മഹിമത്വം സിദ്ധ്യതി തദ് സിദ്ധിരൂപ ചക്രേശ്വരി. ശുദ്ധീകരിക്കപ്പെട്ട ബുദ്ധി വിഷയങ്ങളുടെ സമ്പർക്കങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ചിദാനന്ദ സ്വരൂപത്തിൽ പ്രതിഷ്ഠിതമാവുന്നു. ആ ചിദാനന്ദ രസരൂപമാണ് മഹിമ. ആ മഹിമാസിദ്ധിയുടെ സ്വരൂപത്തോടു കൂടിയവളുമാണ് ഈ തൃതീയ ആവരണത്തിന്റെ ചക്രേശ്വരിയായ ത്രിപുരസുന്ദരി. ഈ പിണ്ഡം, പദം, രൂപം, രൂപാതീതം എന്ന് വെച്ചാൽ എന്താണ് എന്നത് ചക്രസങ്കേതത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. യോഗിനി ഹൃദയത്തിൽ പീഠചതുഷ്ടയം എന്നറിയപ്പെടുന്ന 4 പീഠങ്ങളാണ് ഈ 4. യോഗശരീരത്തിൽ സുഷുമ്നയുടെ പഥത്തിലുള്ള 4 നാഡീസന്ധി സ്ഥാനങ്ങളായിട്ടാണ് ഈ പിണ്ഡം, പദം, രൂപം, രൂപാതീതം എന്നീ 4 പറഞ്ഞിരിക്കുന്നത്. മൂലാധാരം, ഹൃദയം, ഭ്രൂമധ്യം, പിന്നെ ബ്രഹ്മരന്ധ്രം എന്നീ 4 സ്ഥാനങ്ങളിലുള്ളതാണ് ഈ 4. അതുതന്നെയാണ് ശരീരത്തിലുള്ള കാമഗിരി, പൂർണ്ണഗിരി, ജാലന്ധരം, ഓഡ്യാണം എന്നീ 4 ശക്തിപീഠങ്ങൾ. 39-ാം ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇത് ഞാൻ പറഞ്ഞതായിരുന്നു. ഒന്നുകൂടിയും ചുരുക്കി പറയാം. പ്രമാതാവ് ക്ഷേത്രജ്ഞനായ ജീവാത്മാവാണ്. ത്രിപുടീലയമാണ് ഈ സാധനയുടെ ലക്ഷ്യം എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ആവരണത്തിൽ കുണ്ടലിനി സാധനയിൽ കൂടിയാണ് ഈ ത്രിപുടീലയം സാധിക്കുന്നത്. കുണ്ടലിനിയെ ഉയർത്തി പിണ്ഡം, പദം, രൂപം, രൂപാതീതം എന്നീ സുഷുമ്നയുടെ മാർഗത്തിലുള്ള നാഡീസന്ധികളിൽ എത്തിക്കുമ്പോൾ ചിദാനന്ദ രസാനുഭൂതിയായ വിശ്രാന്തി, അതായത് പരമമായ ശാന്തി അവസ്ഥ പ്രാപ്തമാവുന്നു. അതുതന്നെയാണ് ത്രിപുടീലയം. ആ ത്രിപുടീലയമാകുന്ന മഹിമ സിദ്ധിക്കുന്നതാണ് മഹിമാസിദ്ധി. ഈ പിണ്ഡം, പദം, രൂപം, രൂപാതീതം എന്നീ നാഡീസന്ധി സ്ഥാനങ്ങളുള്ളത് മൂലാധാരം, അനാഹതം, ആജ്ഞ, പിന്നെ സഹസ്രാരം എന്നീ ആധാരചക്രങ്ങളിലാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ രൂപാതീതത്തിൽ, അതായത് സഹസ്രാരത്തിൽ കുണ്ടലിനി എത്തുമ്പോൾ മുക്തി തന്നെ സിദ്ധിക്കുന്നു. ബുദ്ധി ശുദ്ധീകരിക്കപ്പെടുന്ന ഈ ഗുണമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സാധിച്ചു തരുന്ന ചക്രേശ്വരിയാണ് ത്രിപുരസുന്ദരി. ഈ ബുദ്ധിശുദ്ധീകരണത്തെക്കുറിച്ച് ശ്രീ ഭാസ്കരരായർ സേതുബന്ധത്തിൽ പറഞ്ഞിട്ടുള്ളതും കൂടി ഒന്ന് നോക്കാം. ഈദൃശീ യാ ബുദ്ധിശുദ്ധി ഋതംഭരാ തത്ര പ്രജ്ഞ ഇത് യോഗസൂത്രോക്ത സത്യഗ്രാഹിത്വലക്ഷണ തദ്രൂപ പരമേശ്വരി ത്രിപുരസുന്ദരി നാംനി ചക്രേശ്വരി തദ്രൂപൈവ മഹിമാ സിദ്ധിശ്ചകാരാത്. അതായത് ഈ വിധത്തിലുള്ള ബുദ്ധിശുദ്ധി പാതഞ്ചല യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഋതംഭര പ്രജ്ഞ എന്ന ലക്ഷണത്തോട് കൂടിയുള്ളതാണ് എന്നും അതുതന്നെയാണ് ത്രിപുരസുന്ദരി എന്ന ഈ ചക്രേശ്വരി പ്രദാനം ചെയ്യുന്ന മഹിമാസിദ്ധി എന്നും അർത്ഥം. സംഹാരമാകുന്ന ലയിപ്പിക്കലാണ് സംക്ഷോഭണം. അതുതന്നെയാണ് സർവസംക്ഷോഭണ ചക്രം എന്ന ഈ ആവരണത്തിന്റെ പേര് സൂചിപ്പിക്കുന്നതും. സംഹാരലക്ഷണസ്യ കാരകം ഭേദപ്രപഞ്ചലയരൂപത്വാത്. സാധകന്റെ സകല ഭേദദൃഷ്ടികളെയും വിലയം പ്രാപിപ്പിക്കുന്നത് കൊണ്ട് സർവസംക്ഷോഭണ ചക്രം. ഇനി ഈ ആവരണത്തിലെ മുദ്രാശക്തിയായ സർവാകർഷണീ മുദ്രയെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതിനു മുമ്പ് മനസ്സിലാക്കിയ 6ാമത്തെ ആവരണത്തിലെ സർവമഹാങ്കുശ മുദ്രയിൽ വാമാശക്തി ഉത്തേജിതയായിരുന്നു. 5ാമത്തെ ആവരണത്തിലെ സർവോന്മാദിനി മുദ്രയിൽ ജ്യേഷ്ഠാശക്തിയായിരുന്നു ഉത്തേജിതയായിരുന്നത്. ഈ 3ാമത്തെ ആവരണത്തിലെ സർവാകർഷണി മുദ്രയിൽ വാമ, ജ്യേഷ്ഠ എന്നീ 2 ശക്തികളും സജീവമാണ്. അവരുടെ സമമായും ഏകകാലികമായും ഉള്ള ആകർഷണമാണ് പ്രവർത്തിക്കുന്നത് എന്നതും സവിശേഷതയാണ്. ജ്യേഷ്ഠ വാമാ സമത്വേന സൃഷ്ടേഹേ പ്രാധാന്യമാശ്രിത ആകർഷണീതു മുദ്രേയം സർവസംക്ഷോഭിണി സ്മൃത. ജ്യേഷ്ഠ വാമാ സമത്വേന. എന്താണ് ഈ സമത്വം? വാമാശക്തിയുടെ സ്വാധീനത്തിലുള്ള സൃഷ്ടിയും ജ്യേഷ്ഠാശക്തിയുടെ സ്വാധീനത്തിലുള്ള സ്ഥിതിയും സമാനമായി തന്നെ സംഭവിക്കുന്നു. അതായത് സൃഷ്ടി അടുത്ത പടിയായ സ്ഥിതിയിലും ആവർത്തിക്കുന്നു. എന്നുവെച്ചാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ ഒരേ നേരത്ത് തന്നെ നടക്കുകയും അത് ചാക്രികമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് അർത്ഥം. എങ്ങനെയാണ് സൃഷ്ടിപ്രക്രിയ സ്ഥിതി അഥവാ പാലന പ്രക്രിയയിലും തുടരുന്നത്? സ്മൃതി പൂർവാനുഭവ സംസ്കാര ജന്യം ജ്ഞാനം. ജന്മാന്തരങ്ങളിലെ വൈവിധ്യമാർന്ന അനുഭവങ്ങളിൽ കൂടി നേടിയ സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളിൽ കൂടി നേടിയ ജ്ഞാനരൂപമായ വാസന വീണ്ടും വീണ്ടും ജീവിതദശയിൽ
അതായത് സ്ഥിതിയുടെ ദശയിൽ തുടരുന്ന ജീവനെ വീണ്ടും ജന്മമാകുന്ന സൃഷ്ടിയുടെ ദശയിലേക്ക് ആകർഷിക്കുന്നു. സർവാകർഷണി മുദ്രയുടെ പേരിന്റെ പ്രസക്തി ഇതാണ്. മധ്യമാ തർജനീഭ്യാം തു കനിഷ്ഠാനാമികേ സമേ അങ്കുശാകാര രൂപാഭ്യാം മധ്യമേ പരമേശ്വരി ഇയമാകർഷണീ മുദ്ര ത്രൈലോക്യാകർഷകാരിണി എന്ന നിത്യാഷോഡശികാർണവത്തിലെ പദ്യമാണ് ഈ മുദ്ര പ്രദർശിപ്പിക്കേണ്ട വിധം വിവരിക്കാൻ ശ്രീ അമൃതാനന്ദനാഥർ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അത്? ചെറുവിരലുകളും മോതിരവിരലുകളും തള്ളവിരലുകളും ചേർത്ത് അറ്റം മുട്ടിച്ച് പിടിച്ചുകൊണ്ട് ചൂണ്ടുവിരലുകളും നടുവിരലുകളും നിവർത്തിപ്പിടിക്കണം. ഈ രണ്ട് വിരലുകളും, അതായത് ചൂണ്ടുവിരലുകളും നടുവിരലുകളും വാമ ജ്യേഷ്ഠാശക്തികളുടെ പ്രതീകങ്ങളാണ്. സൃഷ്ടിയെയും സ്ഥിതിയെയും പ്രതിനിധീകരിക്കുന്നവ. ആ നിവർത്തിയ രണ്ട് വിരലുകളുടെയും അറ്റം ഉള്ളിലേക്കായി കൊളുത്തുപോലെ വളച്ചു പിടിക്കുന്നതാണ് സർവാകർഷണീ മുദ്ര. വാസനകളാകുന്ന ആകർഷണം സൃഷ്ടിസ്ഥിതി കർമ്മങ്ങളുടെ ഒന്നിൻ്റെ പുറകെ മറ്റൊന്ന് എന്ന രീതിയിൽ ആവർത്തിപ്പിക്കുന്നതിനെയാണ് ഈ കൊളുത്തിപ്പിടിക്കുന്നതായ ആകർഷണം, വിരലുകൾ വളച്ചു പിടിക്കുന്നത് സൂചിപ്പിക്കുന്നത്. ഈ മുദ്രയുടെ ചിത്രം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ ഭാഗത്തിൻ്റെ സംവാദം അവസാനിപ്പിക്കാം. ഇനി ബാക്കിയുള്ള വിവരണം അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.